ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ മുന്നോട്ട് പോയ ഒത്തിരി മനുഷ്യരുടെ ചരിത്രം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും വഴിമുട്ടി നിൽക്കുന്നവർക്ക് എപ്പോഴും ഊർജവും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ പകരേണ്ടതിന് വേണ്ടിയാണ്. ബൈബിളിലെ വിടുതലിൻ്റെ ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ ആ ദൈവം മാറാത്തവൻ ആയതുകൊണ്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ എന്ന് വായിക്കുന്നു. അന്ന് പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ള വിശ്വാസം തീർച്ചയായിട്ടും നമ്മിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടതാണ്. ബൈബിൾ ഒരു പഠനപുസ്തകം മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ മുന്നോട്ട് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുത്ത ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയാകുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതിനാണ്. ഇവിടെ നാം കാണുന്നത് ദേശം മുഴുവൻ പട്ടിണിയിലാണ്. ചില വർഷങ്ങളായിട്ട് മഴ പെയ്യുന്നില്ല. ആളുകളൊക്കെ വലിയ നിരാശയുടെ വക്കിലാണ്. എല്ലാ മനുഷ്യർക്കുമുള്ള പ്രതിസന്ധിയാണ് സാരാഫാത്തിലെ വിധവയ്ക്കും ഉണ്ടായത്. എന്നാൽ മറ്റുള്ളവരൊക്കെ ആ പ്രതിസന്ധിയിൽ പരിഭവിച്ചും പരാതിപ്പെട്ടും ഒക്കെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അനുകൂലമായത് സാരാഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. എല്ലാവർക്കും ദൈവത്തെ രുചിച്ചറിയുവാനുള്ള അവസരങ്ങൾ ദൈവം കൊടുക്കാറുണ്ട്. പക്ഷേ അത് അവകാശപ്പെടുത്തുന്നവർ വളരെ ചുരുക്കമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് തന്നെ ഒരിക്കൽ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഒരുപാട് വിധവമാരുണ്ടായിരുന്നു, എങ്കിലും സാരാഫാത്തിലെ വിധവയുടെ അടുക്കിലേക്കല്ലാതെ ഏലിയാവിനെ ദൈവം അയച്ചില്ല എന്നാണ്. ഇത് പറയുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമുണ്ടെന്നാരും ചിന്തിക്കണ്ട. പ്രതിസന്ധിയുടെ നാളുകളിൽ ആണ് കഴിഞ്ഞിരുന്നതെങ്കിലും ദൈവം പറയുന്നത് അനുസരിപ്പാനും വിശ്വസിക്കുവാനും മനസ്സൊരുക്കം ആ സ്ത്രീക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 7 മുതൽ ഉള്ള വേദഭാഗത്ത് ഈ സ്ത്രീയുടെ വിടുതലിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശത്ത് മഴ പെയ്തില്ല, അതുകൊണ്ട് അവിടെ എല്ലാം വരണ്ട ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാവിനുണ്ടായത്, സീദോനിലെ സാരാഫാത്തിലേക്ക് ചെന്ന് നീ അവിടെ താമസിക്കണം. ആ സ്ഥലത്ത് നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നമ്മെ പോറ്റുന്നതിനും പോഷിപ്പിക്കുന്നതിനും ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരങ്ങൾ കണ്ടിട്ട് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്ന ഒരു വിധവയായ സ്ത്രീയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചിട്ട് ദൈവം പറയുകയാണ്, നിനക്ക് ഭക്ഷണം തരുവാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് അവളോടാണ്. അതുകൊണ്ട് ഏലിയാവ് അത് വിശ്വസിച്ച് സാരാഫാത്തിലേക്ക് പോവുകയാണ്. നാം കാണുന്നത്, ഏലിയാവ് ചെല്ലുമ്പോൾ പട്ടണവാതിക്കൽ ആ വിധവ വിറക് ശേഖരിക്കുന്നതാണ് കാണുന്നത്. കുടിക്കാൻ അല്പം വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടുവരുവാൻ ഏലിയാവ് അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ വെള്ളമെടുക്കാനായി പോകുന്നു. ആ പോകുന്ന പോക്കിൽ ഏലിയാവ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരു കഷ്ണം അപ്പവും കൂടി കൊണ്ടുവന്നാൽ കൊള്ളാമായിരുന്നു. അവളുടെ മറുപടി ഇങ്ങനെയാണ്, ജീവനുള്ള ദൈവമായ യഹോവയാണ് എൻ്റെ പക്കൽ എൻ്റെ ഭരണിയിൽ ഒരു പിടി മാവും ഒരു കുപ്പിയിൽ അല്പം എണ്ണയുമല്ലാതെ ഒന്നുമില്ല. പാകമാക്കിയ അപ്പം ഒന്നുമില്ല. ഞാൻ വിറക് കുറച്ച് പെറുക്കുകയാണ്, എൻ്റെ മകന് വേണ്ടി ആ അപ്പം വീട്ടിൽ പാകം ചെയ്യുവാൻ വേണ്ടി. അത് കഴിച്ച ശേഷം ഞങ്ങൾ മരിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഏലിയാവളോട് പറഞ്ഞത് വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഏലിയാവിനും ആ സമയത്ത് സംശയങ്ങളുണ്ടാകാമായിരുന്നു. ഒരു കുപ്പിയിൽ അല്പം എണ്ണയും അല്പം മാവുമുള്ള ഒരു വിധവ അവൾക്ക് പോലും ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ കഴിയുമ്പോൾ
അവളെ എങ്ങനെ എനിക്ക് ഭക്ഷണം തരും എന്നുള്ള ചിന്തയൊന്നും ഏലിയാവിനുണ്ടായില്ല. വാക്കു പറഞ്ഞവൻ ദൈവമായതുകൊണ്ട്, വിളിച്ചിറക്കിയ ദൈവമായതുകൊണ്ട്, പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ഏലിയാവ് മുന്നോട്ട് പോവുകയാണ്. വീട്ടിൽ പോയി അവൾ അപ്പം ഉണ്ടാക്കി. ആ സമയത്താണ് ഏലിയാവ് പറയുന്നത്, ഭൂതലത്തിൽ ദൈവം മഴ പെയ്യിക്കുന്ന ദിവസം വരെ ഭരണിയിലെ മാവ് തീരത്തില്ല, കുപ്പിയിലെ എണ്ണ വറ്റിപ്പോവുകയുമില്ല. ആ വിധവ പോയി ഏലിയാവ് നിർദ്ദേശിച്ചതുപോലെയൊക്കെ ചെയ്യുകയാണ്. ആ വിധവയും അവളുടെ കുടുംബവും അനേക നാൾ ഭക്ഷണം കഴിച്ചു പോന്നു. യഹോവ ഏലിയാവിലൂടെ അരുളി ചെയ്ത വചനപ്രകാരം വിധവയുടെ മാവ് ഭരണി ശൂന്യമായില്ല, എണ്ണക്കുപ്പി വറ്റിപ്പോയതുമില്ല. ഇത് വഴിമുട്ടി നിൽക്കുന്ന എല്ലാവർക്കും വഴി തുറക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് തരുന്ന ഒരു വചനമാണ്. നമ്മെ നടത്തുവാൻ, കരുതുവാൻ, പോറ്റുവാൻ, പോഷിപ്പിക്കുവാൻ, നമ്മെ മാത്രമല്ല നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം പറഞ്ഞാൽ അനുസരിക്കുക, വിശ്വസിക്കുക, തളരാതെ മുന്നോട്ട് പോവുക. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അനേകം വഴിവിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ ഒരു ചുവട് പോലും മുന്നോട്ട് പോകുവാൻ കരുത്തില്ലാതെ തളർന്നു വീഴുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ, സമർപ്പിക്കുവാൻ കൃപ കൊടുക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.